ഇനി കുറേ കുട്ടികൾ പറഞ്ഞ ഒരു കാര്യമാണ്, നാലാമത്തെ മൊഡ്യൂളിലൂടെ നിങ്ങൾ ഇടണം, ക്ലാസ് ഇടണം. ഓൾറെഡി ഫസ്റ്റ് 3 മൊഡ്യൂളിലെ ക്ലാസ് ഇട്ടിട്ടുണ്ട്, നാലാമത്തെ മൊഡ്യൂളിലും ഇട്ടിട്ടുണ്ട്, ഇടും. അതുപോലെ തന്നെ വേറെ കുറേ ആവശ്യങ്ങളൊന്നാണ്. ഈ പ്രോബ്ലം നമുക്ക് ഫേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അവർക്ക് വേണ്ടി പ്രോബ്ലം സിമ്പിളാണ്. നമുക്ക് ഇക്വേഷൻസ് അറിയാം. നിങ്ങൾ ഇക്വേഷൻസ് തരമാണോ പക്കായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസറിലോട്ട് എത്തുക. വെറുതെ നമുക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് പ്രോബ്ലം സെക്ഷൻ. ഒന്നുകൊണ്ട് പഠിക്കേണ്ട, ഫൈനൽ ഇക്വേഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പഠിച്ചു പോയാൽ എക്സാമിന് നമുക്ക് സിമ്പിളായിട്ട് പ്രോബ്ലം കിട്ടിയാൽ പറ്റും. ഓക്കെ, അതൊരു പ്രശ്നമേ അല്ല. ശ്രദ്ധിക്കുക, നമ്മളിവിടെ ഞാനിപ്പോൾ 2021 ഒരു ക്വസ്റ്റ്യനാണ് എടുത്തിട്ടുള്ളത്. 2021. ഓക്കെ, അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. കാൽക്കുലേറ്റ് ദി പവറാണ് കണ്ടുപിടിക്കാനുള്ളത്. പവർ ഓഫ് എ ഡ്രില്ലിംഗ് മെഷീൻ ഇഫ് ഇറ്റ് യൂസ് 3000 Joule ഓഫ് എനർജി 10 സെക്കൻഡ്. നിങ്ങൾ തന്നെ ആലോചിക്കുക, പവറാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഈ കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഇഫ് ഇറ്റ് യൂസ് 3000 Joule. ജൂള് പറഞ്ഞിരുന്നാൽ ആലോചിക്കുക, ജൂള് വർക്കിന്റെ യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ എനർജിന്റെ യൂണിറ്റ്. അപ്പൊ വർക്കാണ് തന്നിട്ടുള്ളത്. സംഭവം വർക്ക് ഈസ് ഈക്വൽ ടു 3000 എന്ന് തന്നിട്ടുണ്ട്. 3000 ജൂൾ ആണ് തന്നിട്ടുണ്ട്. ഇനി അടുത്ത ടൈമും പറഞ്ഞിട്ടുണ്ട്. ടൈം ഈസ് ഈക്വൽ ടു 10 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പവറിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈം. അപ്പൊ വർക്കിന്റെ ആൻസർ ഇവിടെ ക്വസ്റ്റ്യനിലുണ്ട്, 3000 ജൂൾ ഡിവൈഡഡ് ബൈ ടൈമിന്റെ ആൻസർ 10. ഈ ഒരു 0 വെട്ടി, അപ്പൊ 300. പവറിന്റെ യൂണിറ്റ് അറിയണം, വാട്ട്. ഇത് എഴുതുന്നതിനാണ് 3 മാർക്ക്. എന്താ പ്രയാസം? പവറിന്റെ ഇക്വേഷൻ വർക്ക് ബൈ ടൈം തന്നിരിക്കുന്ന സാധനങ്ങൾ എഴുതുക, ഡിവൈഡ് ചെയ്യുക. ഇത് ഡിവൈഡ് ചെയ്യാൻ അറിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചാൽ 3 മാർക്കായി. സിമ്പിൾ കിട്ടി നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്. നോക്കാനുള്ള ക്വസ്റ്റ്യനാണ്. ഇഫ് ദ റേഡിയസ് ഓഫ് ദി പൈപ്പ് ഈസ് ഡിക്രീസിംഗ് ഫ്രം, റേഡിയസ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ റേഡിയസ് 4 സെന്റിമീറ്റർ ടു 6 സെന്റിമീറ്റർ ടു 4 സെന്റിമീറ്റർ. അപ്പൊ റേഡിയസ് 6 സെന്റിമീറ്റർ നിന്ന് ഇത് 6 എടുക്കാം. രണ്ടാമത്തെ റേഡിയസ് 4 സെന്റിമീറ്റർ ആണ് പറയുന്നത്. ഇനി ദ വെലോസിറ്റി ഓഫ് ദി വൈഡർ പോർഷൻ. അപ്പൊ ഇവിടെ ഇതാണ് വൈഡർ പോർഷൻ. വൈഡർ പോർഷനിലുള്ള വെലോസിറ്റി പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നു. 5 മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത പറയുന്നത് ദ വെലോസിറ്റി ഓഫ് ദി നാരോ പോർഷൻ. അപ്പൊ ഇവിടെയുള്ള വെലോസിറ്റി എന്താണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറയുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണ് അപ്ലൈ ചെയ്യാനുള്ളത് എന്നാണ് മനസ്സിലാക്കണം. ഞാൻ ഇതുകൂടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. The radius of the pipe decreases from 6 cm to 4 cm. The velocity of the wider portion. Velocity of the wider portion is 5. Velocity of the wider portion is 5 cm. Calculate the velocity of narrow portion. ചെറിയ പോർഷനുള്ള വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് ഏരിയ ഇൻടു വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഏരിയ ഞാൻ എഴുതാം, ഏരിയ ഇൻടു വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ പൈപ്പ് സാധാരണ സർക്കിൾ രീതിയിലുള്ള പൈപ്പാണ്, ഇങ്ങനത്തെ പൈപ്പാണ് പോകാം. അപ്പൊ അവിടുത്തെ ഇത് ഏരിയ ആണ് എഴുതാനുള്ളത്. ആദ്യത്തെ ഏരിയനെ A1 എന്ന് എടുക്കുന്നു, ആദ്യത്തെ വെലോസിറ്റിനെ B1 എന്ന് കൊടുക്കുന്നു. രണ്ടാമത്തെ ഏരിയനെ A2 എന്ന് കൊടുക്കുന്നു, അവിടുത്തെ വെലോസിറ്റി B2 എന്ന് കൊടുക്കുന്നു. ഒരു സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ πr² ആണ്. അപ്പൊ അവിടുത്തെ റേഡിയസ് R1 എന്ന് എടുക്കുന്നു, πr² ആണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഈ വെലോസിറ്റി അതേപോലെ എഴുതി. ഇവിടത്തെ ഏരിയയിലുള്ള ഇക്വേഷൻ πr² ആണ്. രണ്ടാമത്തെ ഏരിയയാണ് R2² എന്ന് എഴുതി. ഈ പൈയും വെട്ടിക്കളഞ്ഞേ. ഇനി ഇവിടെ നോക്കുക, രണ്ട് സ്ഥലത്തും സെന്റിമീറ്ററിലല്ലേ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിനെ മാറ്റാൻ നിൽക്കണം. സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്, അതിനെ മാറ്റാൻ നിൽക്കണ്ട. ഇവിടെ ഉള്ള സാധനം എത്രയാണ്? 6. അപ്പൊ ഇവിടെ 6ന്റെ സ്ക്വയർ V1ന്റെ ആൻസർ എത്ര? 5 സമം ഇവിടെ R2 എത്രയാണ്? 4 ആണ്. അതിന്റെ സ്ക്വയർ ഉണ്ട് ഇൻറ്റു V2. ഇത് ഇതിനെ താഴോട്ട് എഴുതുക. ഈ സാധനത്തിന് താഴോട്ട് എഴുതുക. 6ന്റെ സ്ക്വയർ നിങ്ങൾക്ക് അറിയാം, 36 ഇൻറ്റു 5. ഈ 4ന്റെ സ്ക്വയർ അതേപോലെ എഴുതി. സമം ഇവിടെ ആരാണ്? V2. ഇത് തമ്മിൽ ഗുണിക്കുക. 36 ഗുണം 5 30 15 18 180 ഡിവൈഡ്
divided by 4ന്റെ സ്ക്വയർ എടുത്താൽ 16 ആണ്. നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. 16 20 16 4 പോയിന്റ് വരും 2 32 8 ഇത്രയാണ് കിട്ടുന്നത്. എത്ര 11.25 വെലോസിറ്റി മീറ്റർ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ കുറച്ച് ചെയ്യാനുണ്ട്. ഇത് ആദ്യം ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാക്കാനുള്ളത് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്നുള്ളതാണ്. ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. a1 b1 is equal to a2 b2 ആണ് ഉപയോഗിക്കാനുള്ളത്. ഏരിയ എന്നുള്ളത് പൈ ആർ സ്ക്വയർ ആണ്. സോ ആദ്യത്തെ ആയിട്ട് r1 എന്ന് എഴുതി പൈ r1 സ്ക്വയർ ഇൻറ്റു b1. രണ്ടാമത്തെ r2 എഴുതാം പൈ r2 സ്ക്വയർ ഇൻറ്റു b2 എഴുതാം. തന്നിരിക്കുന്ന സാധനങ്ങളെല്ലാം കൊടുക്കുന്നു. ജസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റർ അടിക്കുന്ന ആൻസർ കാണും. ഇത് ശകലം ചെയ്യണം. എന്നാലും നമുക്ക് ചെയ്യാം. ഒന്ന് വേണം എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത 7 മാർക്കിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആലോചിക്കുക 7 മാർക്കിന്റെ പ്രോബ്ലം വന്നതാണ്. എക്സ്പ്ലെയിൻ ദ റീകോയിൽ വെലോസിറ്റി ഓഫ് എ കട്ട്. അപ്പോൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. റീകോയിൽ വെലോസിറ്റി മോഷൻ എന്നുള്ള ചാപ്റ്ററിലാണ്. അവിടെ നിങ്ങൾ അത് കാണാതെ പഠിക്കണം. കാരണം റീകോയിൽ വെലോസിറ്റി അത് നിങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ മൊഡ്യൂൾ ഇട്ടിട്ടുണ്ട്. ഒന്നാമത്തെ മൊഡ്യൂളിൽ 4ാമത്തെ ചാപ്റ്റർ മോഷനിൽ റീകോയിൽ വെലോസിറ്റി ഉണ്ട്. കൃത്യമായിട്ട് കയറി പഠിക്കുക. റീകോയിൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇതാണ്. v is equal to start equation minus mv divided by capital. Okay. ഇവിടെ v എന്നുള്ളത് റീകോയിൽ വെലോസിറ്റി ആണ്. m എന്നുള്ളത് മാസ് ഓഫ് ദി ബുള്ളറ്റ് ആണ്. v എന്നുള്ളത് വെലോസിറ്റി ഓഫ് ദി ബുള്ളറ്റ് ആണ്. m എന്നുള്ളത് മാസ് ഓഫ് ദി ഗൺ ആണ്. ക്വസ്റ്റ്യനിൽ പറയുന്നു ബുള്ളറ്റിന്റെ മാസ് സ്മോൾ എമ്മിന്റെ ആൻസർ പറയുന്നു 300 ഗ്രാം. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. ഗ്രാം അല്ല നമ്മളുടെ യൂണിറ്റ്, കിലോഗ്രാം ആണ്. അപ്പൊ ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇത്രയുള്ളൊരു പണി. ഈ ഒരു പൂജ്യം വെട്ടി. അപ്പൊ 3/100 കിലോഗ്രാം എഴുതി വെട്ടിയാണ്. ഇനി അടുത്ത പറഞ്ഞിട്ടുള്ളത് വെലോസിറ്റി ഓഫ് ദി is fired from a gun. ഗണ്ണിന്റെ മാസ് പറയുന്നു 6 kg പറഞ്ഞു. ഇനി എന്താ പറഞ്ഞത്? വിത്ത് വെലോസിറ്റി പറഞ്ഞിട്ടുണ്ട്. ബുള്ളറ്റിന്റെ വെലോസിറ്റി പറഞ്ഞിട്ടുണ്ട് 300 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. നമുക്ക് റീകോയിൽ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ എമ്മിന്റെ സ്ഥാനത്ത് ഇതാണ്. അപ്പൊ മൈനസ് ഇവിടെ ഉണ്ട്. എം കാണുന്നതിന്റെ ആൻസർ 3/100 ഇൻറ്റു വിന്റെ ആൻസർ സ്മോൾ വിന്റെ ആൻസർ ഇതാണ് 300 ആണ്. ഡിവൈഡഡ് ബൈ ഈ ക്യാപിറ്റൽ എം 6 ആണ്. ഈ 2 പൂജ്യം വെട്ടി ഇത് രണ്ടും കൂടെ ഗുണിച്ചാൽ 9 കിട്ടും. 9/6 വെട്ടാൻ പറ്റുമല്ലോ. 3 കൊണ്ട് 3 വെട്ടിയത് 3 ഇത് 2 അപ്പോൾ മൈനസ് 3/2. 3/2 എന്നുള്ളത് 1.5 അല്ലേ? 3/2 എന്നുള്ളത് 1.5 ആണ്. അപ്പോൾ മൈനസ് 1.5 മീറ്റർ പെർ സെക്കൻഡ്. 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇരിക്കുന്നത്? ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. നിങ്ങൾ അത് ക്വസ്റ്റ്യൻ കേൾക്കാതെ പോകുന്നത് എക്സ്പ്ലെയിൻ റീകോയിൽ വെലോസിറ്റി ഓഫ് എ കട്ട്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇന്നോവേഷൻ എത്തണം. ആണ് ഉദ്ദേശിക്കുന്നത്. ദി ബുള്ളറ്റ് ഓഫ് മാസ് 30 ഗ്രാം. ബുള്ളറ്റിന്റെ മാസ് പറഞ്ഞ് 30 ഗ്രാം. അതിനെ കിലോഗ്രാം ആക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈസ് ഫയർഡ് ഫ്രം എ ഗൺ. ഗണ്ണിൽ നിന്ന് ഫയർ ചെയ്തു. അതിന്റെ മാസ് 6 kg ഗൺ വിത്ത് എ വെലോസിറ്റി ഓഫ് 300 മീറ്റർ പെർ സെക്കൻഡ്. ഇത് റീകോയിൽ വെലോസിറ്റി. ഇതാണ് സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റണം. ഇനി അടുത്ത ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രോബ്ലം ആയിട്ട് വന്നിട്ടുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. യങ്സ് മോഡൽ. അപ്പോൾ അതിനൊന്ന് ജസ്റ്റ് അത് പ്രോപ്പറായിട്ട് പറയാനുള്ളൂ. ജസ്റ്റ് ഒന്ന് മാറ്റിയത്.
നിങ്ങൾ ഈ ഒരു പ്രോബ്ലം പഠിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും പഠിക്കണം. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഞാനത് വായിക്കാം. ഡിസ്കസ് ദി ഇലാസ്റ്റിക് മോഡുലസ് റിലേറ്റഡ് ടു ദി ലെങ്ത് ഇലാസ്റ്റിസിറ്റി എ മെറ്റൽ വയർ ഓഫ് ലെങ്ത്. മെറ്റൽ വയറിന്റെ ലെങ്തിന്റെ ആൻസർ 4 മീറ്റർ ആണ്. ശരി. ഇപ്പോൾ റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് തന്നിരിക്കുന്നത് 1 മില്ലിമീറ്റർ ആണ്. മില്ലിമീറ്ററിനെ മീറ്റർ ആക്കുന്നത് 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഒന്നാമത് അറിയേണ്ട കാര്യം, ഞാൻ ഇവിടെ ഓരോ സ്റ്റാർ മാർക്കിടാം, നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഈ സ്ട്രെച്ചഡ് ബൈ ദി ലോഡ്. ഒരു ലോഡ് കൊടുത്തിട്ടുണ്ട്. ലോഡിന്റെ മാസ് പറഞ്ഞിരിക്കുന്നത് 8 kg ആണ്. അതിന് പ്രശ്നമില്ല. 8 kg at 1 m. കീപ്പിംഗ് ദി അതർ എൻഡ് ഫിക്സഡ് അറ്റ് ദി സി. പറയുന്നത് ഒരു വയറുണ്ട്. ഈ അറ്റം ഫിക്സ്ഡ് ആണ്, മറ്റേ അറ്റത്താണ് ഈ പറഞ്ഞ 8 കിലോഗ്രാം തൂക്കിയിട്ടിരിക്കുന്നത്. ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫൈൻഡ് ദി എക്സ്റ്റൻഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദി യങ്സ് മോഡൽ. ഫൈൻഡ് ദി എക്സ്റ്റൻഷൻ. അപ്പൊ ഡെൽറ്റ ഇതിങ്ങനെ മാസ് ഇടപെടും ഈ വയർ കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ആവും. ആ എക്സ്റ്റൻഷൻ ആണ് ഡെൽറ്റ ആണ് നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഈ വസ്തുവിന്റെ യങ്സ് മോഡുലസ് പറഞ്ഞിട്ടുണ്ട്. എത്രയാണെന്ന് ചോദിച്ചാൽ 9 × 10⁻⁹ Nm/m². ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് തന്നു. ഇനി അറിയണം യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ. ഞാൻ പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞു യങ്സ് മോഡുലസിന്റെ ഇക്വേഷനുകൾ അറിഞ്ഞേ പറ്റൂ. എന്താണ്? y = പറ mgl / πr² × Δl. mgl / πr² × Δl എന്നുള്ള ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഇവിടെ y ന്റെ ആൻസർ എത്രയാണെന്ന് ചോദിച്ചാൽ 9 × 10⁻⁹ ആണ്. m മാസ് തന്നിട്ടുണ്ട് 8 ആണ്. g ന്റെ ആൻസർ 9.8 ആണ്. ലെങ്ത് പറഞ്ഞിരിക്കുന്നത് 4 ആണ്. ഡിവൈഡഡ് ബൈ പൈ ന്റെ ആൻസർ 3.14 ആണ്. ഇനി റേഡിയസ് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ശ്രദ്ധിക്കുക, 1 × 10⁻³ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എൽ. നമുക്ക് കണ്ടുപിടിക്കണം ഡെൽറ്റ എൽ ആണ്. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഡെൽറ്റ എല്ലിന് മുകളിലോട്ട് ഈ നമ്പറിന് താഴോട്ട് വരും. ഡെൽറ്റ എൽ = 8 × 9.8 divided by 4 into 3.14 into 1 into 10⁻³ the whole square into ഇതിനെ മുകളിലോട്ട് ഇതിന് താഴോട്ട് വരും 9 × 10⁻². ഇനി നമുക്കറിയാം ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്ററിൽ അടിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കാൽക്കുലേറ്ററിൽ അടിക്കുന്നതാണ്. നിങ്ങളൊരു ബ്രാക്കറ്റ് എടുക്കുക. ഞാൻ ഇവിടെ കാൽക്കുലേറ്ററിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊരു ബ്രാക്കറ്റ് എടുക്കുക. 8 × 9.8 into 4 എന്ന് അടിക്കുക. ഇനി ബ്രാക്കറ്റിൽ അഡിവിഷനിൽ ഇരിക്കുക. പിന്നെ ഒരു ബ്രാക്കറ്റ് കൊടുക്കുക. 3.14 എന്ന് അടിക്കുക. ഇൻറ്റു 1 ഇൻറ്റു 10⁻² എന്നുള്ള ഇതിന് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം. ആ കാൽക്കുലേറ്ററിൽ ഇങ്ങനെ ഒരു സാധനം കാണാം. അതിന് എത്തുക -3 എന്ന് അടിക്കുക. -3 സ്ക്വയർ എന്നുള്ള ഓപ്ഷൻ കാണാം. ആ സ്ക്വയറിൽ അടിക്കുക. ഇൻറ്റു ബാക്കി 9 ഇൻറ്റു 10⁻² എന്ന് പറയാൻ ഇങ്ങനെ അടിക്കുക. ഈ സാധനമാണ് ഞാൻ എഴുതുന്നത്. 8 ഇൻറ്റു നിങ്ങളൊരു ബ്രാക്കറ്റ് ആദ്യം കൊടുക്കുക. 8 × 9.8 × 4 ആദ്യം അടിച്ചു. ഡിവൈഡ് കൊടുത്തു. ഒരു ബ്രാക്കറ്റ് കൊടുത്തു. 3.14 കൊടുത്തു. 1 കൊടുത്തു. 1 ഇൻറ്റു ഇങ്ങനെ ഈ റൈസ് ടു എന്നുള്ളത് ഇങ്ങനെ ഒരു സാധനം കാണാം. -3 അടിച്ചു. അതിന് സ്ക്വയർ ഓപ്ഷൻ അവിടെ ഉണ്ട്. നോക്കുക. ഇൻറ്റു 9 ഇൻറ്റു 10⁻² അവിടെ ഇങ്ങനെ ഒരു സാധനമുണ്ട്. അവിടെ 9 അടിക്കുക. പിന്നെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഇങ്ങനെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. ആ ആൻസർ നിങ്ങൾ മീറ്ററിൽ പറയാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഇക്വേഷൻ നിങ്ങൾ കാണാം. പ്ലീസ് ഒന്ന് പഠിക്കുക. mgl / πr² × Δl. 7 മാർക്ക് നമ്മൾ വെറുതെ നമ്മൾ പഠിച്ച് ഒരുപാട് എഴുതുന്നതിനെക്കാട്ടി സിമ്പിൾ ആയിട്ട് കിട്ടുന്ന സാധനമാണ്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ചോദ്യമായിട്ട് വരുന്ന പ്രോബ്ലം സെക്ഷൻസ് കഴിഞ്ഞു. ഇത്രയാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് 2021 കാര്യമാണ് ഞാൻ പറഞ്ഞത്.
2022 പ്രോബ്ലമായിട്ട് ചോദിച്ചത് നമുക്ക് നോക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രോബ്ലമായിട്ട് 3 മാർക്കിന്റെ 3 മാർക്കിനൊന്നുമില്ല. അടുത്ത 7 മാർക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നല്ലൊരു ക്വസ്റ്റ്യൻ. ഇൻ ഫിസിക്സ് laboratory a student measures the mass of a body. He repeated this experiment. The mass of the body is obtained. മാസ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് 45.5 ഗ്രാം. അടുത്തത് 45.1 ഗ്രാം. അടുത്ത പറഞ്ഞിരിക്കുന്നത് 46 ഗ്രാം. അടുത്ത പറഞ്ഞിരിക്കുന്നത് 45.8 ഗ്രാം. നമ്മുടെ ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് പെർസെൻറ്റേജ് എററാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം? ഒന്ന് ട്രൂ വാല്യൂ അറിയണം. എങ്ങനെയാണ് ട്രൂ വാല്യൂ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഇതെല്ലാം തമ്മിൽ നോക്കുക. 45.5 പ്ലസ് 45.1 പ്ലസ് 46 45.8 ഡിവൈഡ് ബൈ 1 2 3 4 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ആൻസർ കിട്ടും. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. കാൽക്കുലേറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഓക്കെ, അത് ഇതിന്റെ അകത്ത് വരുന്നൊരു ആൻസർ ആയിരിക്കും. അതായത് 45 സംതിങ് എന്നുള്ള ആൻസർ ആയിരിക്കും. അത് അല്ലാതെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 54 100 അങ്ങനെയൊന്നുള്ള ഒരു ആൻസർ ആയിരിക്കില്ല. ഇവിടെ നിങ്ങൾക്ക് അടിക്കുന്ന ഒരു ആൻസർ കിട്ടും. ഇവിടെ ഒരു ആൻസർ. ഇനി നിങ്ങൾ അടുത്ത കണ്ടുപിടിക്കുന്നത് അബ്സല്യൂട്ട് എററാണ്. അബ്സല്യൂട്ട് എറർ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ആൻസർ കിട്ടിയല്ലോ. ഈ ആൻസറിന് ഞങ്ങൾക്ക് 0 അല്ല, ഞങ്ങൾക്ക് 0 എന്ന് വിചാരിക്കരുത്. ഇവിടെ ഒരു ആൻസർ നമുക്ക് കിട്ടും. ഒരു എക്സാമ്പിൾ ഇപ്പോൾ 45.3 കിട്ടിയെന്ന് വിചാരിക്കാം. ഒരു എക്സാമ്പിളാണ് പറയുന്നത്, ആയിരിക്കില്ല 45.3. അപ്പം ഈ ആൻസറിന് ഇതുകൊണ്ട് പറയും, ഓരോ റീഡിംഗ് കൊണ്ട് പറയും. 45.3 മൈനസ് 45.5. നിങ്ങൾക്ക് കിട്ടാവുന്ന ആൻസർ മൈനസ് ആയിരിക്കാം. മൈനസ് വാല്യൂ വന്നാൽ അത് എടുക്കരുത്, പോസിറ്റീവായിട്ട് എടുക്കാവും. രണ്ടും കൂടെ മൈനസ് ചെയ്യാൻ. നെഗറ്റീവ് വന്നാൽ നെഗറ്റീവിനെ പോസിറ്റീവായിട്ട് എടുക്കുക. അടുത്തത് 45.3 മൈനസ് 45.1. അതും നെഗറ്റീവ് വാല്യൂ വരത്തില്ല, നെഗറ്റീവ് അല്ല, അത് പോസിറ്റീവ് ആണ്, പ്രശ്നമില്ല അവിടെ. അടുത്തത് 45.3 മൈനസ് 46 ചെയ്യാം. അതൊരു നെഗറ്റീവ് നമ്പറാണ് ആൻസർ കിട്ടുന്നത്, അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. അടുത്ത നിങ്ങൾക്ക് 45.3 മൈനസ് 45.8, അതും ഒരു നെഗറ്റീവ് നമ്പറാണ് കിട്ടുന്നത്, അതേ പോസിറ്റീവായിട്ട് എടുക്കുക. ഇനി ഈ കിട്ടിയ ഉത്തരങ്ങളെ, ഇവിടെ കിട്ടിയ ഉത്തരങ്ങളെ നമ്മൾ അടുത്ത കണ്ടുപിടിക്കുന്നതാണ് മീൻ അബ്സല്യൂട്ട് എറർ. മീൻ അബ്സല്യൂട്ട് എറർ. ഇവിടെ കിട്ടിയ ഉത്തരങ്ങൾ, ഓരോ ഉത്തരങ്ങൾ കണ്ടോ, ഇവിടെ കിട്ടിയ ഉത്തരം, അതേപോലെ ഇവിടെ കിട്ടിയ ഉത്തരം, ഇവിടെ കിട്ടിയ ഉത്തരം, ഇവിടെ കിട്ടിയ ഉത്തരം, ഇതെല്ലാം നമ്മൾ കൂട്ടുക. എന്നിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ആൻസർ കിട്ടും. ഇത് 0 അല്ല, ഇവിടെ കിട്ടിയ ആൻസറുകളാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അബ്സല്യൂട്ട് എറർ, മീൻ അബ്സല്യൂട്ട് എറർ ആയി. അടുത്ത നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ. എങ്ങനെ റിലേറ്റീവ് എറർ കണ്ടുപിടിക്കും? നിങ്ങൾക്ക് കിട്ടിയ ഈ മീൻ അബ്സല്യൂട്ട് എററിനെ ട്രൂ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ട്രൂ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെ കിട്ടിയ ആൻസറിനെ ഇവിടെ കിട്ടിയ ആൻസർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ആൻസർ കിട്ടും. അത് കഴിഞ്ഞ് പെർസെൻറ്റേജ് എറർ എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഇവിടെ കിട്ടിയ ആൻസറിനെ, അതായത് റിലേറ്റീവ് എററിനെ 100 കൊണ്ട് ഗുണിക്കുക. ഈ കിട്ടിയ ആൻസറിനെ 100 കൊണ്ട് ഗുണിച്ചാൽ ഇവിടുത്തെ ആൻസർ ആയി. നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, അത് പെർസെൻറ്റേജിൽ വേണം എഴുതാൻ. ലാസ്റ്റ് ആൻസർ പെർസെൻറ്റേജ് ഇട്ട് വേണം എഴുതാൻ.
വളരെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. വളരെ പഠിച്ച് ഒന്നും നേടാനുണ്ട്. ജസ്റ്റ് ഒരു 2 മിനിറ്റ് എടുത്തുകൊണ്ട് നമുക്ക് തന്നെ പഠിക്കാം. ഒന്ന് കാൽക്കുലേറ്റർ അടിച്ചു നോക്കാം. അത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് തന്നെ നോക്കണം. എന്നാലേ നമുക്ക് ഇല്ലെങ്കിൽ പർപ്പേഴ്സ് പരീക്ഷയിൽ അന്നിരുന്ന് നമ്മൾ ഊപ്പാട് കിട്ടുമോ വർക്കൗട്ട് ചെയ്യും. ഓക്കെ, determine the angular acceleration of a wheel starting from rest. നമുക്ക് angular acceleration കണ്ടുപിടിക്കണം. Angular acceleration എന്നുള്ളത് angular velocity divided by time. Angular അതായത് omega2 minus omega1 by t ആണ്. Angular acceleration equation angular velocity by time ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ആ കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന റെസ്റ്റിലാണെന്ന് പറയാം. അപ്പൊ ഇതാണ് ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റി. ഒമേഗ1ന്റെ ആൻസർ 0 ആണ്. നമുക്ക് ഒമേഗ2 കണ്ടുപിടിക്കണം. ഒമേഗ2 കണ്ടുപിടിക്കാൻ ഒരു ഹിന്റ് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് ഫ്രം എ റെസ്റ്റ് ആൻഡ് അറ്റൈനിങ് എ സ്പീഡ് ഓഫ് 30 revolution per minute. 30 revolution per minute. അപ്പോൾ ഞാൻ അത് എഴുതാം. 300 revolution per minute. ഒരു മിനിറ്റ്. ഓക്കെ, അതാണ് നമ്മൾ നോക്കണം. 1 minute. ഒരു മിനിറ്റ് എന്നുള്ളത് എത്രയാ? 300 അതേപോലെ 300 revolution. 300 ഒരു മിനിറ്റ് എന്നുള്ളത് 60 സെക്കൻഡ് ആണ്. ഒരു റെവല്യൂഷൻ എടുക്കുന്ന സമയം കണ്ടുപിടിക്കാം. ഒരു റെവല്യൂഷൻ എടുക്കുന്ന സമയം കണ്ടുപിടിക്കാൻ 300 താഴോട്ട് എടുക്കും. അപ്പൊ 1 revolution എന്നുള്ളത് പറഞ്ഞാൽ 300 സെക്കൻഡ് ബൈ 60 സെക്കൻഡ് ബൈ 300 ആണ്. ഈ 300നെ താഴോട്ട് എഴുതിയതാണ്. അപ്പൊ ഈ 0 വെട്ടി 6 കൊണ്ട് 30നെ വെട്ടിയാൽ 5 ആണ്. 1/5 സെക്കൻഡ്. ഇതാണ് ടൈം പീരീഡ്. ഒരു റെവല്യൂഷൻ എടുക്കുന്ന സമയത്തിന് പറഞ്ഞ പേരാണ് ടൈം പീരീഡ്. വെരി ഇമ്പോർട്ടൻറ്റ്. ടൈം പീരീഡിന്റെ ഒരു ഇക്വേഷൻ ആണ് T = 2π/omega. 2π/omega. ഈ ഒമേഗയെ ഞാൻ ഇങ്ങോട്ട് T-നെ താഴോട്ട് വെട്ടിയാൽ ഒമേഗ നമുക്ക് ഇങ്ങനെ എഴുതാം 2π/T എന്ന് എഴുതാം. അങ്ങനെയാണ് നിങ്ങൾ പറയാം 2π/T. T-ന്റെ ആൻസർ 1/5 ആണ്. ഈ 5നെ നമുക്ക് മുകളിലോട്ട് എഴുതാം. അപ്പൊ 2 × 5 എത്ര? 10π ആണ്. ഒമേഗ നമ്മൾ പറയുന്നത് റേഡിയൻ പെർ സെക്കൻഡ് ആണ് പറയുന്നത്. റേഡിയൻ പെർ ഇവിടെ ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചത് omega2 ആണ്. omega2ന്റെ ആൻസർ ആണ് കണ്ടുപിടിച്ചത് 10π റേഡിയൻ പെർ സെക്കൻഡ്. ഇനി ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഞാൻ ബാക്കി ഇങ്ങോട്ട് ചെയ്യാം. ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടെ പറയുന്നു. എടുത്ത സമയം കൂടെ പറയുന്നു. 60 സെക്കൻഡ്. ടൈമിന്റെ ആൻസർ പറയുന്നത് 60 സെക്കൻഡ് എന്ന് പറയുന്നു. ബാക്കി എല്ലാമായിട്ട് നമ്മുടെ ആൽഫ omega2 minus omega1/t ആണ്. omega2ന്റെ ആൻസർ നമുക്ക് ഇവിടെ കിട്ടി 10π ആണ്. മൈനസ് omega1ന്റെ ആൻസർ 0 ആണ്. ഡിവൈഡഡ് ബൈ ടൈമിന്റെ ആൻസർ 60 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കുറച്ചാൽ 10π എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 60 കിട്ടും. ഇത് പിന്നെ വെട്ടിപ്പോയി കഴിഞ്ഞു. 5/6 റേഡിയൻ പെർ സെക്കൻഡ് വരാം. ആംഗുലർ ആക്സിലറേഷൻ റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇതാണ് ഇക്വേഷൻ. ഒമേഗ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ omega1ന്റെ ആൻസർ 0 ആണ്. 300 revolution per minute ആണ്. അപ്പം മിനിറ്റിന്റെ സെക്കൻഡോട്ട് മാറ്റുക. 300 ഒരു റെവല്യൂഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആ കിട്ടിയത് ടൈം പീരീഡ് ആണ്. ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഇതാണ് 2π/omega. ഒമേഗ നമുക്ക് 2π/t. ഈ ഒമേഗയെ മുകളിൽ T-ക്ക് താഴോട്ട് എഴുതിയേ ഉള്ളൂ. ബാക്കി തന്നിരിക്കുന്ന ആൻസറുകൾ അവിടെ കൊടുക്കും. omega2 ഇക്വേഷൻ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാവുന്നത് റിപ്പീറ്റ് ചെയ്ത് വാച്ച് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പോവാം. സമയമില്ല.
ലിഫ്റ്റ് എ മാസ് പറഞ്ഞു ലിഫ്റ്റ് ചെയ്യാനുള്ള മാസ് എത്ര 100 kg ആണ്. അതിനെടുക്കുന്ന ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട് 50 മീറ്റർ. ഈ ഒരു കാര്യം ശ്രദ്ധിക്കും. ഞാൻ കുറച്ച് ഒന്നുകൂടെ വായിക്കാം. ആൻ എഞ്ചിൻ ഡെവലപ്പ് 20 kilowatt of power. How much time will it take to lift a mass 1000 kg to height 50 meter? ഇതൊരു വസ്തു, ഇതൊരു വസ്തുവാണ്. ഒരു താഴെ ഇരിക്കുന്ന വസ്തുവിനെ ഞാൻ മുകളിലോട്ട് പൊക്കിക്കൊണ്ട് വരാൻ ഒരു വർക്ക് ചെയ്യണം. ആ വർക്ക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. വർക്ക് എന്തായിട്ട് സ്റ്റോർ ചെയ്യും? പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ പവറിന്റെ ഇക്വേഷൻ ഇതാണ്. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഈ വർക്ക് ഞാൻ പറയും, നിങ്ങൾ ഒരു വസ്തുവിനെ h ഹൈറ്റ് പൊക്കിക്കൊണ്ട് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട വർക്ക് പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി ഡിവൈഡഡ് ബൈ ടൈം എന്ന് എഴുതാം. പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ mgh ആണ്, അറിയണം. ഡിവൈഡഡ് ബൈ എല്ലാ സാധനവും തന്നിട്ടുണ്ട്. പവർ എത്ര? 20 × 1000 എമ്മിന്റെ ആൻസർ എം എത്ര? 100. ജി നമുക്ക് 10 ആയിട്ട് എടുക്കാം. ജി 10 ആയിട്ട് എടുക്കാം കേട്ടോ. 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ 10 ഹൈറ്റ് പറയുന്നത് 50 ആണ്. ഡിവൈഡഡ് ബൈ ടൈം അറിയത്തില്ല, ടൈമാണ് കണ്ടുപിടിക്കാനുള്ളത്. ടൈമാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ടൈം ടി ആയിട്ട് തന്നെ എത്തി. ഇനി ഇതിനെ മുകളിലോട്ട് ഇതിനെ താഴോട്ട് എഴുതി, ഈ നമ്പറിന്റെ മുകളിലോട്ട് ഇതിനെ താഴോട്ട് എഴുതി വെച്ചാൽ ഈ സിഗ്നൽ കാണാം. 100 × 10 × 50 ഡിവൈഡഡ് ബൈ താഴോട്ട് എഴുതി 20 × 1000. ഈ ഒരു പൂജ്യം ഈ ഒരു പൂജ്യം വെട്ടി, ഈ ഒരു പൂജ്യം ഇതും വെട്ടി, ഇതും വെട്ടി, ഇതും വെട്ടി. ഇനി വെട്ടാനൊന്നുമില്ല. 1 × 1 ചെയ്താൽ 1, 1 × 5 ചെയ്താൽ 5, 2 × 1 ചെയ്താൽ 2 ആണ്. ടൈമിന്റെ ആൻസർ 5/2 ആണ്. 5ന്റെ പകുതി എന്നുള്ളത് 2.5 ആണ്. 2.5 സെക്കൻഡ്. 7 മാർക്കായി കിട്ടി. 7 മാർക്ക്. അറിയാനുള്ള കാര്യം ഈ വർക്കിന് പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ mgh ആണ്. ഡിവൈഡഡ് ബൈ ടൈം. സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. കടന്ന് പൊളിച്ച് പഠിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ദിവസം. അടുത്ത ദിവസം അപ്പൊ നമ്മൾ വിജയകരമായിട്ട് 2022 ക്വസ്റ്റ്യൻസ് അതൊക്കെയാണ് വരുന്നത്. സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നിങ്ങളോടൊന്ന് ആത്മാർത്ഥം പഠിക്കണം. അത്രയോ 22 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. നമുക്ക് അടുത്ത 23 ക്വസ്റ്റ്യൻ. 23 ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? നേരത്തെ മൊമെന്റത്തിന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നു. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ആൻ എലിഫന്റ് ലിഫ്റ്റ് മാസ് തന്നിട്ടുണ്ട്. ലിഫ്റ്റ് മാസ് എത്രയാണെന്ന് ചോദിച്ചാൽ 600 കിലോഗ്രാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെർട്ടിക്കൽ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട് 6 മീറ്റർ. ടൈം പറഞ്ഞിട്ടുണ്ട് 10 സെക്കൻഡ്. നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് പവർ. ആൻ എലിഫന്റ് ലിഫ്റ്റ് ഓഫ് മാസ് 600 kg ടു എ വെർട്ടിക്കൽ ഹൈറ്റ് 5 മീറ്റർ. ഞാൻ പറഞ്ഞ ഒരു വസ്തുവിന് h ഹൈറ്റിൽ പൊക്കിക്കൊണ്ട് വരാൻ നിങ്ങൾ വർക്ക് ചെയ്യണം. ആ വർക്ക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ പവറിന്റെ ഇക്വേഷൻ ഇതാണ്. വർക്ക് ഡൺ ബൈ ടൈം ആണ്. ഈ വർക്ക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. പൊട്ടൻഷ്യൽ എനർജിന്റെ എക്സ്പ്രഷൻ mgh ആണ്. ഡിവൈഡഡ് ബൈ ടൈം. എമ്മിന്റെ ആൻസർ ക്വസ്റ്റ്യൻ പറയുന്നു 600. ജി 10 ആയിട്ട് എടുക്കുക. എച്ചിന്റെ ഹൈറ്റ് 6 ആണ്. ഡിവൈഡഡ് ബൈ സമയം 10 ആണ്. ഈ 10 വെട്ടി 6 × 6 ചെയ്താൽ 36. 2 പൂജ്യം കൊടുത്തു. പവറിന്റെ യൂണിറ്റ് വാട്ടാണ്. കിട്ടി 3 മാർക്ക്. സിമ്പിളായിട്ട്. ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പെർസെന്റേജ് എററിന്റെയാണ്. നിങ്ങളൊന്ന് വർക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി ആ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഇത് റീഡിംഗ് ഓഫ് മെഷർമെന്റ് ഓഫ് എ ലെങ്ത് ഓഫ് എ സിലിണ്ടർ വെയർ. ഇതാണ് ക്വസ്റ്റ്യൻ. 3.4 × 7 സെന്റിമീറ്റർ, 3.4 × 9 സെന്റിമീറ്റർ, അതുപോലെ 3.8 സെന്റിമീറ്റർ, 3.6 സെന്റിമീറ്റർ, 3.5 സെന്റിമീറ്റർ. ക്വസ്റ്റ്യനിലാണ് ഫൈൻഡ് ദി അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെന്റേജ്. നിങ്ങളുടെ പെർസെന്റേജ് എറർ കണ്ടുപിടിക്കണം. ഈ ബാക്കി എറർ എല്ലാം കണ്ടുപിടിക്കണം. പെർസെന്റേജ് എറർ കണ്ടുപിടിക്കുകയും ഒന്ന് നിങ്ങൾ ആൽഫാബറ്റ് വർക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ ഇതെല്ലാം തമ്മിൽ കൂട്ടുക. 400 എത്രയാണ്? 9, 2, 3, 4, 5.
ട്രൂ വാല്യൂ കിട്ടും. ആ ട്രൂ വാല്യൂ ഇതെല്ലാം കൂടെ കുറയ്ക്കുമ്പോൾ അബ്സല്യൂട്ട് എറർ കിട്ടും. ആ അബ്സല്യൂട്ട് എററുകളുടെ മീൻ വാല്യൂ എടുത്താൽ മീൻ അബ്സല്യൂട്ട് എററാണ്. റിലേറ്റീവ് എറർ അങ്ങനെ കിട്ടും. മീൻ അബ്സല്യൂട്ട് എററിനെ ട്രൂ വാല്യൂ ഡിവൈഡ് ചെയ്യുക. ആ കിട്ടിയ ആൻസറിനെ മൾട്ടിപ്ലൈ ചെയ്ത പെർസെൻറ്റേജ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത് നോക്കാം. ഇതേപോലെ പരീക്ഷ ക്വസ്റ്റ്യൻ വരും. അന്നേരം എഴുതി ചെയ്യാത്ത കാര്യമില്ല. വർക്കൗട്ട് ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഇതാണ് ക്വസ്റ്റ്യൻ. Explain the banging of curves, the concept of centripetal force. What is the angle of bending? What is the angle of bending? Very very important. Of a circular radius പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് ചോദിച്ചാൽ 50 meter suitable with maximum speed. വീന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട് 15 meter per second ആണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സെയിഫ് വെലോസിറ്റിന്റെ എക്സ്പ്രഷൻ ആംഗിൾ ഓഫ് ബെൻഡിംഗ് സെയിഫ് വെലോസിറ്റിന്റെ എക്സ്പ്രഷൻ നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചത്. v √r g tan θ. പഠിക്കല്ല, അതിനുണ്ടെങ്കിൽ ഇപ്പം അത് പഠിക്കുക. v √r g tan. വിന്റെ ആൻസർ എത്ര? 15 സ്ക്വയർ. ആറിന്റെ ആൻസർ എത്ര? 50. ജിന്റെ ആൻസർ അറിയാം 10 ആണ്. ഇൻറ്റു tan θ അറിയത്തില്ല. tan θ അറിയത്തില്ല. ഇവിടെ തീറ്റയാണ് കണ്ടുപിടിക്കണം. ഇങ്ങനെ തന്നിരുന്നാൽ നമ്മൾ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യും. ഇവിടെ സ്ക്വയർ ചെയ്യും, ഇപ്പുറത്തും സ്ക്വയർ ചെയ്യും. ഓക്കെ, 15ന്റെ സ്ക്വയർ 225 ആണ്. കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ സ്ക്വയറും വിട്ട് ക്യാൻസൽ ആയി പോകും. ബാക്കി വരെ സംഭവം എഴുതുക. ഇൻറ്റു tan θ എഴുതുക. ഓക്കെ, ഈ നമ്പേഴ്സ് എല്ലാം താഴോട്ട് എഴുതും. അപ്പൊ 225 50 ഇൻറ്റു 10 ഇസിക്കൽ ടു tan θ. അപ്പൊ ഞാൻ ഇവിടെ എഴുതാം 225 ഡിവൈഡ് ബൈ ഇവിടെ നിങ്ങൾക്ക് 500 എന്ന് കിട്ടും. ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടും. ഒരു ആൻസർ സപ്പോസ് നിങ്ങൾ എന്തെങ്കിലും ഒരു ആൻസർ കിട്ടും. ഇവിടെ ഒരു ആൻസർ കിട്ടും. തീറ്റയാണ് എനിക്ക് കണ്ടുപിടിക്കുക. അപ്പൊ തീറ്റ കണ്ടുപിടിക്കാനുള്ളത് tan ഇൻവേഴ്സ് ഈ ആൻസർ അടിച്ചു കൊടുക്കുക. tan ഇൻവേഴ്സ് അടിക്കുമ്പോൾ ഒരു ആൻസർ കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്ററിൽ tan ഇൻവേഴ്സ് എങ്ങനെ അടിക്കുമെന്ന് ചോദിച്ചാൽ അതൊക്കെയാണ് ശ്രദ്ധിക്കാറ്. നമുക്ക് അറിയത്തില്ല എങ്ങനെ അടിക്കുമെന്ന്. ഷിഫ്റ്റ് ഞെക്കുക. നിങ്ങളുടെ കാൽക്കുലേറ്ററില്ല, ഷിഫ്റ്റ് ഉണ്ട്. ഷിഫ്റ്റ് ഞെക്കിയിട്ട് tan ഞെക്കുക. ഷിഫ്റ്റ് ഞെക്കിയിട്ട് tan ഞെക്കിയ ഇതേപോലെ tan ഇൻവേഴ്സ് ഈ കിട്ടിയ ആൻസർ അവിടെ അടിച്ചു കൊടുക്കും. അതിലേക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് 7 മാർക്കാണ്. 7 മാർക്ക് ശ്രദ്ധിക്കുക. വലിയ തലമുറയേണ്ട 7 മാർക്ക്. ഒരു ഇക്വേഷൻ പഠിച്ചാൽ b √r g tan θ പഠിച്ചാൽ 7 മാർക്കാണ്. ഇത്രയും ഉള്ളൂ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രോബ്ലം ആയിട്ട്. നമുക്ക് ആ പ്രോബ്ലം നിങ്ങൾ പറഞ്ഞ് പ്രോബ്ലം അറിഞ്ഞാൽ നമ്മൾ തോന്നുന്നത് ഇത് തോന്നിട്ട് പ്രോബ്ലം കിട്ടിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ മോഡൽ. നമ്മൾ 3 ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ് അടുത്ത മോഡൽ. നമ്മൾ മൊമെന്റത്തിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തായിരുന്നു. അടുത്ത ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ 37 ഡിഗ്രി. ഇതേപോലെ ക്വസ്റ്റ്യൻ വരാം. 37 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് ഡാഷ് ഫാരൻഹീറ്റ് എന്നാണ്. ഡാഷ് ഫാരൻഹീറ്റ് ഇതാണ് ക്വസ്റ്റ്യൻ. ഒന്ന് വായിക്കാം. കൺവേർട്ട് 37 ഡിഗ്രി ഇൻറ്റു കെൽവിൻ സ്കെയിൽ ആൻഡ് ഫാരൻഹീറ്റ് സ്കെയിൽ. അപ്പൊ കെൽവിനിലോട്ട് മാറ്റണം. 37 ഡിഗ്രിനെ കെൽവിനിലോട്ട് മാറ്റണം. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നിങ്ങൾ ആദ്യം തലയിൽ കയറ്റുക. ഇതാണ് ഇക്വേഷൻ. TC/100 is equal to TK minus 273 divided by 100 is equal to TF minus 32 divided by 180. മനസ്സിൽ കേട്ടിയാലേ പറ്റുള്ളൂ, പഠിച്ചാലേ പറ്റുള്ളൂ. TC/100 is equal to TK minus 273/100 is equal to TF minus 232 divided by 180. അപ്പൊ ഈ നമ്മൾ ഈ രണ്ടെണ്ണം എടുക്കുകയാണ്. ഈ രണ്ടെണ്ണം എടുക്കുന്നില്ല. ഇതാണ് ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും തമ്മിലുള്ള റിലേഷൻ. ഇത് ഡിഗ്രി സെൽഷ്യസും കെൽവിനും തമ്മിലുള്ള റിലേഷനാണ് എടുത്തത്. ഡിഗ്രി സെൽഷ്യസും കെൽവിനും തമ്മിൽ. അപ്പൊ ഇത് ഞാൻ എടുക്കുകയാണ്. TC/100 is equal to TK minus 273 divided by 100 എന്ന് എഴുതി. TCന്റെ ആൻസർ എത്ര? 37 ആണ്. അപ്പൊ 37 അതേപോലെ എഴുതി. 37/100 എഴുതി. TK minus 273/4 എഴുതി. ഈ 100 വെട്ടി. ഈ -273 പുറത്തോട്ട് എടുക്കുക.
അപ്പോൾ ഇത് അഴുത്ത പെയിനാണ്, നല്ല പെയിനാണ്. അപ്പോൾ 273 ആയി TK ആയി. ഇത് രണ്ടും കൂടെ കൂടെയാണ് 273 37 കൂടെ കൂട്ടിയാൽ 10 11 310 അടുത്ത ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റുമാണ് നോക്കണം. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആയി 310. അപ്പോൾ ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും. അപ്പോൾ എഴുതാം EC/100 is equal to EF minus 32 divided by 180. ECന്റെ ആൻസർ 37 ആണ്. അപ്പോൾ 37/100 is equal to EF minus 32 divided by 180. ഇതും വെട്ടി ഈ 18 ഇങ്ങോട്ട് ഗുണിക്കുക. അപ്പോൾ 37 ഗുണം 18/10 is equal to EF minus 32. ഇതെല്ലാം നമ്മൾ കാൽക്കുലേറ്റർ അടിക്കുമ്പോൾ ഒരു ആൻസർ കിട്ടും. ഈ നമ്പറിനെ എടുത്ത് ഇങ്ങോട്ട് വയ്ക്കും. അപ്പോൾ TF is equal to ഇവിടെ ഒരു ആൻസർ കിട്ടി. ഈ -32 പുറത്ത് കൊന്നാൽ +32 ആണ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആൻസർ കിട്ടും. ഞാൻ പറഞ്ഞു ഇത് നമുക്ക് കാൽക്കുലേറ്ററിൽ അടിക്കുക, ഡിവൈഡ് ബൈ 10 അടിക്കുമ്പോൾ ഒരു ആൻസർ കിട്ടും. ആ ആൻസർ ഈ -32 പുറത്തോട്ട് വരുമ്പോൾ +32 അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഇവിടുത്തെ ആൻസർ. ഒന്ന് പരിശ്രമിച്ചാൽ നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ. ഇക്വേഷൻ നിങ്ങൾ ബൈ കണക്കാക്കുക. EC/100 is equal to TK minus 270/100 is equal to TF minus 32 divided by 180. ഓക്കെ അല്ലേ? ഇനി ഒരു 3-4 പ്രോബ്ലം കൂടിയുള്ളൂ. നമ്മുടെ എല്ലാ പ്രോബ്ലംസും നമ്മൾ കവർ ആയിട്ടുണ്ട്. നിങ്ങളിത് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങൾ വർക്ക് ചെയ്യാൻ ഇതാണ് എ വർക്ക് ഓഫ് 600 വർക്ക് പറഞ്ഞിട്ടുണ്ട്, 600 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പറഞ്ഞിട്ടുള്ള ഫോഴ്സ് പറഞ്ഞിട്ടുണ്ട് 2 ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്ലൈഡ് ടു എ ബോഡി, കാൽക്കുലേറ്റ് ദി ഡിസ്റ്റൻസ് ത്രൂ ദ ബോഡി ഫോഴ്സ്. ഓക്കെ, വർക്കിന്റെ ഇക്വേഷൻ അറിയാം. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. വർക്ക് തന്നിട്ടുണ്ട് 600 എന്ന് തന്നിട്ടുണ്ട്. ഫോഴ്സ് പറഞ്ഞത് 2 ആണ്. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. 2നെ താഴോട്ട് എഴുതുക. അപ്പോൾ 600/2 600ന്റെ പകുതി എത്ര? 300 മീറ്റർ. 50 മാർക്ക്. നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ വർക്ക് എന്നുള്ളത് ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. തന്നിരിക്കുന്ന സാധനങ്ങളെല്ലാം എഴുതുന്നു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ആൻസറിലോട്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ശ്രദ്ധിക്കുക, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആലോചിക്കുക, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് വെറുതെ മാർക്ക് കിട്ടും. കാൽക്കുലേറ്റ് ദ റീകോയിൽ വെലോസിറ്റി ഓഫ് എ ഗൺ. മാസ് പറഞ്ഞിട്ടുണ്ട്. മാസ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? റീകോയിൽ വെലോസിറ്റി 5 kg പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ബുള്ളറ്റിന്റെ മാസ് ക്യാപിറ്റൽ എം ആണ് പറഞ്ഞിട്ടുള്ളത്. ബുള്ളറ്റിന്റെ മാസ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് 25 ഗ്രാം. അപ്പൊ ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ 25/1000 ചെയ്യാം. ഓക്കെ അല്ലേ? 25/1000 ചെയ്യാം. വെലോസിറ്റി പറഞ്ഞില്ല. ബുള്ളറ്റിന്റെ വെലോസിറ്റി പറഞ്ഞിട്ടുണ്ട് 400 ആണ്. 400 മീറ്റർ പെർ സെക്കൻഡ് ആണ്. റീകോയിൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ അറിയാം. -mv ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം ആണ്. എമ്മിന്റെ ആൻസർ 25/1000 ഇൻറ്റു വെലോസിറ്റിന്റെ ആൻസർ 400 ആണ്. ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എമ്മിന്റെ ആൻസർ 5 ആണ്. ഈ ഒരു 0 വെട്ടി, ഈ ഒരു 0 വെട്ടി. ഈ 5 കൊണ്ട് 25നെ വെട്ടിയാൽ 5 ആണ്. അപ്പം -5/10. 5/10 കാൽക്കുലേറ്ററിൽ അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും -0.5 മീറ്റർ പെർ സെക്കൻഡ്. അതിരിക്കാനുള്ള ബേസിക് ഇക്വേഷൻ ഇത്. 7 മാർക്ക് വീണു. എന്തുകൊണ്ട് ഇവിടെ ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ അറിയണം. അത് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇക്വേഷൻ അറിയാം. V = -mv ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ. ഓക്കെ, നമുക്ക് ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് എത്താം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, explain the outer edge of the rod is raised above the inner edge. Find the angle of a circular track of radius. Circular track ന്റെ radius പറയുന്നത് 280 മീറ്റർ ആണ്. ഇനി പറഞ്ഞിട്ടുള്ളത് സ്പീഡ് പറഞ്ഞിട്ടുണ്ട് 25 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആംഗിൾ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇക്വേഷൻ ആലോചിക്കുക. ആംഗിൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? ഇതായിരുന്നു പറഞ്ഞത് V = √. അപ്പോൾ √2
250 into 10 into tan theta നമ്മൾ അതേപോലെ എഴുതണം. ഓക്കെ, ഇനി രണ്ട് സൈഡും സ്ക്വയർ ചെയ്യും. ഇവിടെ സ്ക്വയർ ചെയ്തു, പത്ത് സൈഡ് സ്ക്വയർ ചെയ്യും. 25 സ്ക്വയർ 625 റൂട്ടിലെ സ്ക്വയർ ചെയ്താൽ തന്നെ പോകും. അപ്പോൾ 250 into 10 into tan theta. ഓക്കെ, ഇനി ഈ നമ്പറിൻ്റെ താഴോട്ട് എഴുതുക. അപ്പോൾ tan theta is equal to നമ്പറിൻ്റെ താഴോട്ട് എഴുതിയാൽ 625 ഡിവൈഡഡ് ബൈ 280 into 10 എന്നാണ്. ഓക്കെ, ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചാൽ ഒരു ആൻസർ കിട്ടും. ആ ആൻസർ ഞാനിവിടെ ഇങ്ങനെ എഴുതുന്നു. ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടും. തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്, ഇതിനിപ്പുറത്ത് പോകുന്ന ടാൻ ഇൻവേഴ്സ് ഈ ആൻസർ. ഈ ടാൻ ഇൻവേഴ്സ് എങ്ങനെ അടിക്കും എന്ന് ചോദിച്ചാൽ കാൽക്കുലേറ്ററിൽ ഷിഫ്റ്റ് പ്ലസ് ടാൻ അടിക്കുക. അപ്പോൾ ടാൻ ഇൻവേഴ്സ് കിട്ടും. ആൻസർ അടിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും തീറ്റ. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾക്ക് പ്രോബ്ലം ആയിട്ട് വരുന്നത്. നമ്മൾ ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പ്രോബ്ലംസ് ചെയ്തു, നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ കണ്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് നമുക്ക് എളുപ്പമുള്ള പ്രോബ്ലംസ് തന്നെ വരും. പ്രോബ്ലം പഠിച്ചില്ലെങ്കിൽ പോലും നമുക്ക് നല്ല മാർക്കിലോട്ട് എത്താൻ പറ്റും. എസ്എ ക്വസ്റ്റ്യൻസ് ബാക്കി എല്ലാം നമ്മളിവിടെ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ വീഡിയോ കാണുക. മൊഡ്യൂൾ 1, 2, 3, 4 കൃത്യമായിട്ടുള്ള മൊഡ്യൂൾ കണ്ട് പഠിക്കുക. പിന്നെ 1 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇട്ട് അത് കാണുക. പ്രോബ്ലം സെക്ഷനിൽ നിങ്ങൾക്ക് ആവശ്യപ്രകാരം തന്നെ പ്രോബ്ലം സെക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് 75-ന് 75 തന്നെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പിന്നെ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എക്സാമിന് വെരി ഓൾ ദ ബെസ്റ്റ്. പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു താങ്ക്സ് പറയാനുള്ളത്, പ്ലസ് ടുവിലെ കുറച്ച് കുട്ടികൾ കാരണമാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. അവർക്ക് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. പേര് എടുത്ത് പറയാം, അർജുൻ, അതേപോലെ ആദിൽ, രാമൻ, എല്ലാം കാരണം കൊണ്ടാണ് ഈ വീഡിയോ പുറത്തോട്ട് വരാൻ പറ്റുന്നത്. അവർക്ക് എല്ലാവർക്കും ഉള്ള താങ്ക്സ്. ഈശ്വരനെ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാം. ഓക്കെ, താങ്ക് യു.